Now we will discuss about the next type of reactions exhibited by these organometallic compounds. They are hydroformylation reactions of olefins using cobalt catalyst. This type of reactions was also known as OXO process. Now let's see this hydroformylation reaction in detail. The reaction of an alkene with carbon monoxide and hydrogen catalyzed by cobalt or rhodium salt to form an aldehyde. And the process is now known as hydroformylation reaction, or sometimes it is also known as OXO process. Okay. നമുക്ക് അതിൻ്റെ റിയാക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ രീതിയിൽ വരും. ഒരു ആൽക്കീൻ ഒലിഫീനിലേക്ക് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജന്റെ അഡീഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് കൊബാൾട്ട് ഓർ റോഡിയം കാറ്റലിസ്റ്റ്. നമ്മൾ കൊബാൾട്ട് കാറ്റലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മളുള്ളത് നോക്കുന്നത്. CO2CO8 we will get RCH2 CH2 CHO plus RCH2 CHO CH3. അപ്പോൾ ഒരു ഐസോമറിക് പ്രോഡക്റ്റ് കൂടി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് ഓക്സോ പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൈഡ്രോഫോർമൈലേഷൻ എന്നുള്ള പേരിൽ നിന്ന് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രോഫോർമൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഫോർമൈൽ ഗ്രൂപ്പ്. ഫോർമൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CO ഗ്രൂപ്പിനെയാണ് ഫോർമൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, the name hydroformylation arises from the fact that in a formal sense a hydrogen atom and a CO group are added across the double bond. Okay, the net result of the process is extension of carbon chain. അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് at present 6 ഉണ്ടായിരുന്നു. ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH2, that is രണ്ട് കാർബൺ ആറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ ദിസ് റിയാക്ഷൻ what happens, കാർബൺ മോണോക്സൈഡിൻ്റെയും കൂടെ അല്ലെങ്കിൽ ഫോർമൽ ഗ്രൂപ്പിൻ്റെയും കൂടെ ഇൻക്ലൂഷൻ നടന്നു. നമ്മുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒരെണ്ണമായിട്ട് ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ നമ്പർ n ആയിരുന്നുവെങ്കിൽ ഓൾഫീനകത്ത് n നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ആഫ്റ്റർ ദിസ് ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷൻ ഒരു കാർബൺ ആറ്റം കൂടി വന്നു. ഓക്കെ, then the net result of the process is extension of the carbon chain by 1 and the introduction of oxygen to the molecule. Okay, and the reaction was discovered by Rowland, not a reaction. This cobalt catalyst is discovered by Rowland in 1938 and is the oldest and the largest volume catalytic reaction of alkene. Okay, now let's see the reaction mechanism. First of all, a hydrogen atom and a formyl group are added across the double bond. Okay, example എന്ന് പറയുന്നത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് പ്രൊപ്പലീൻ ടു ബ്യൂട്രാൽഡിഹൈഡ്. ഓക്കെ, അപ്പോൾ ഒരു ഒലിഫീനെ എന്തായിട്ട് മാറ്റുകയാണ്? കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് മാറ്റുകയാണ് ഈ റിയാക്ഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനിഷ്യലി ദിസ് CO2CO8 this cobalt complex reacts with the hydrogen to give HCOCO4, which contains 18 electrons, and this loses carbon monoxide, forming HCOCO3. Again, it's 16 electron species. Okay, so CO2CO8 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു 18 ഇലക്ട്രോൺ സ്പീഷീസ് വരുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു കാർബൺ മോണോക്സൈഡ് ഫേസ് സ്പീഷീസ് വീണ്ടും പോയിട്ട് ഒരു 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് മാറും. ആൻഡ് ക്രിയേറ്റിംഗ് എ വേക്കൻറ്റ് കോർഡിനേഷൻ സൈറ്റ്. ഓക്കെ, alkene coordination, then what happens is alkene coordination recreates an 18 electron complex. അടുത്ത സ്റ്റെപ്പിൽ എന്താ വരുന്നത്? ഒരു alkene coordination ആണ് നടക്കുന്നത്, which undergoes migratory insertion of the olefin into the COH bond, that is cobalt hydrogen bond, thereby creating another 16 electron complex and another vacant coordination site to which carbon monoxide can be coordinated. So,
ആദ്യം ഒരു CO2 CO8 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് 18 ഇലക്ട്രോൺ സ്പീഷീസ് വന്നു. അതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ലീവ് ചെയ്തിട്ട് വീണ്ടും അത് 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയി മാറി. ആ 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വേക്കൻറ്റ് കോർഡിനേഷൻ സൈറ്റ് ഉണ്ട്. അവിടേക്ക് ആര് വന്നു? ആൽക്കീൻ കോർഡിനേഷൻ നടന്ന് വീണ്ടും 18 ഇലക്ട്രോൺ സ്പീഷീസ് ആയി. Then what happens? A migratory insertion takes place. Migratory insertion of olefin takes place into the COH bond. അപ്പം അവിടെ 16 ഇലക്ട്രോൺ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, then what happens? Then ആ ഒരു 16 ഇലക്ട്രോൺ 18 ഇലക്ട്രോൺ ആക്കാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, and it was carried out with the help of this carbon monoxide coordination. Then what happens is, the next phase, a carbon monoxide ligand of RCH2 CO4 migrates to a position between the cobalt atom and the alkyl group. This is the critical step in the formation of the aldehyde. This is the very critical step in the, that is, migration of this carbon monoxide ligand to the position between cobalt atom and the alkyl group. Okay, this is a very critical step. Now, reaction with hydrogen H2 or HCO CO4 minus releases the aldehyde and regenerates the catalytic cobalt complex. Okay, and ഈ ഒരു റിയാക്ഷൻ ആണ് ഈ ഓക്സോ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിന്റെ നേരത്തെ പോലെ ഒരു സൈക്ലിക് ഫോമിൽ നമുക്കത് റെപ്രസെന്റ് ചെയ്ത് വരാം. ആ സൈക്ലിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന എന്താ പറയുന്നത്? ടോൾമാൻ കാറ്റലിറ്റിക് ലൂപ്പ് ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താ നടക്കുന്നത്? ഓക്സോ പ്രോസസ്. ഇനിഷ്യലി CO2 CO8 കോബാൾട്ട് കാറ്റലിസ്റ്റ് എടുത്തു. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ടു ഗിവ് HCO CO4. ഓക്കെ, HCO ഇത് എന്തായി മാറി? ഒരു 18 ഇലക്ട്രോൺ സ്പീഷീസ് ആയിരുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് പറ്റി? ഇറ്റ് ലൂസസ് എ കാർബൺ മോണോക്സൈഡ് യൂണിറ്റ് ഫോമിങ്. ലൂസ് ചെയ്തിട്ട് HCO CO3 ആയിട്ട് മാറും. ഓക്കെ, ഇതിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 16 ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് ക്രിയേറ്റിംഗ് എ വേക്കൻറ്റ് കോർഡിനേഷൻ സൈറ്റ്. അവിടേക്കാണ് ആര് വന്ന് ചേരുന്നത്? ദിസ് അൽക്കീൻ ഒളിഫിൻ കോർഡിനേഷൻ ടേക്സ് പ്ലേസ്. അപ്പൊ ഇവിടെ 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോണിലേക്ക് നമുക്ക് എന്ത് വരുന്നു? ഒരു ഇലക്ട്രോൺ അൽക്കീൻ കോർഡിനേഷൻ നടക്കുന്നു. And this after this alkene coordination recreates an 18 electron complex which undergoes, ഇതിങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത്, and this undergoes migratory insertion. Migratory insertion എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ കൊടുക്കുന്നത്. ഓക്കെ, migratory insertion of an olefin into the COH group, COH bond, thereby creating another 16 electron complex. Okay, this is a 16 electron species. And another vacant coordination site to which carbon monoxide become coordinated. But ഈ 16 electron species ആയി അത് വീണ്ടും കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതായി മാറി. അവിടെ ഒരു വീണ്ടും 18 ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് മാറി. ഇവിടെ എന്താ? കാർബൺ മോണോക്സൈഡ് ആണ് ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, ദെൻ carbon monoxide, okay, carbon monoxide ligand of RCH2 CO4 migrates to the position between the cobalt atom and the alkyl group. ഇതിനിടയിലോട്ട് ഈ ഒരു കാർബൺ മോണോക്സൈഡ് ഗ്രൂപ്പ് വന്ന് ലിങ്ക് ചെയ്യും. ഓക്കെ, നോക്കിക്കേ അതെങ്ങനെയാ വന്നിരിക്കുന്നത്? കണ്ടോ? കോബാൾട്ടും ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് ഒരു കാർബൺ മോണോക്സൈഡ് ഗ്രൂപ്പ് വന്ന് ലിങ്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആൻ ആൽഡിഹൈഡ്. ഓക്കെ, ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ആ ഒരു ഇൻസേർഷൻ നമ്മളവിടെ നോക്കിയിരിക്കേണ്ട ഒരു ഇതാണ്.
highlight ചെയ്തു. This is the critical state. Okay. Then next phase il endha nadakunnu paranja nammal the reaction of what happens is reaction with the hydrogen. ഇവിടുന്ന് നമുക്ക് എന്ത് സംഭവിക്കാം? റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഓർ HCO4 മൈനസ് റിലീസസ്. അപ്പൊ ഇതിന് ഇതുമായിട്ടോ അല്ലെങ്കിൽ H2 ആയിട്ടോ റിലീസ് ചെയ്തിട്ട് releases an aldehyde. This is the final product. This is an aldehyde, releases an aldehyde and regenerates the catalytic cobalt complex. Okay. Regenerate the catalytic cobalt complex. The process may be carried out so that an aldehyde products are reduced to give alcohols. So, ഇതിൽ നിന്ന് ആൽക്കഹോളിലേക്കുള്ള നമുക്ക് നടത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് ഇത്രയുമാണ് ഈ ഓക്സോ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്ന് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത ഒരു 18 ഇലക്ട്രോൺ സ്പീഷീസ് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്തു. 16 ഇലക്ട്രോൺ സ്പീഷീസ് ആയി വന്നു, ഒരു വേക്കന്റ് കോർഡിനേഷൻ സൈറ്റ് വന്നു. അവിടേക്ക് CH2 CHR അല്ലെങ്കിൽ ഒളിഫിൻ വന്ന് കമ്പൈൻ ചെയ്തു. ഓക്കെ, ദെൻ മൈഗ്രേഷൻ നടന്നു. CH2 CHR മൈഗ്രേറ്ററി ഇൻസേർഷൻ നടന്നു. മൈഗ്രേറ്ററി ഇൻസേർഷൻ നടന്നതിന് ശേഷം അവിടെ വീണ്ടും 16 ഇലക്ട്രോൺ ആയി. അവിടെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു വേക്കന്റ് കോർഡിനേഷൻ സൈറ്റ് വന്നപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കാർബൺ മോണോക്സൈഡ് ഇൻസേർഷൻ നടന്നു. ഓക്കെ, ഇൻസേർഷൻ അല്ല ആഡ് ചെയ്ത് പോയി. Then what happens is ഇവിടെ ഒരു മൈഗ്രേറ്ററി ഇൻസേർഷൻ ഇവിടെ നടക്കുന്നു. ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ് യൂണിറ്റ് സിഒയ്ക്കും ആൽക്കൈൽ ഗ്രൂപ്പിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് വന്നു. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഈ ഒരു കോമ്പൗണ്ട് ഹൈഡ്രജനുമായിട്ടോ അല്ലെങ്കിൽ HCO4 മൈനസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ we will get the aldehyde and ഈ നമ്മുടെ കൊബാൾട്ട് കോംപ്ലക്സിനെ റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. Okay, this is the OXO process. Okay, clear ആണല്ലോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്.